ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ജമ്മു കാശ്മീരിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈ പത്താൻകോട്ട് ഭീകരാക്രമണങ്ങളിലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യയും അമേരിക്കയും. വികസനത്തിന്റെയും മാറ്റത്തിന്റെയും യാത്രയിൽ ജപ്പാനെ സ്വാഭാവിക പങ്കാളിയായാണ് ഇന്ത്യ കാണുന്നതെന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ. കോൺഗ്രസ് നേതാവും കേരള മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ചേർന്നു. മഹാശിവരാത്രിക്ക് ഒരുങ്ങി ഭക്തർ. ശിവക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ UP വാരിയേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം ഉടൻ. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം സംസ്കൃത ഭാഷയിൽ സംരക്ഷിക്കപ്പെടുന്നുവെന്നും നിരവധി ഇന്ത്യൻ ഭാഷകൾ സംസ്കൃത പദങ്ങളാൽ സമ്പന്നമാണെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ കേന്ദ്ര സംസ്കൃത സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സംസ്കൃത ഭാഷയിൽ നിന്ന് ലഭ്യമായ സാംസ്കാരിക അവബോധം പ്രചരിപ്പിക്കുന്നത് രാജ്യത്തോടുള്ള സേവനമാണെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. സംസ്കൃത ഭാഷയിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ അന്തസത്ത അടങ്ങിയിട്ടുണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചടങ്ങിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരം കോവളത്ത് നടക്കുന്ന രാജാനഗ പുരസ്കാരദാന ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ചടങ്ങിൽ സംബന്ധിക്കും. ഇടുക്കി വാഗമണിലെ അഭിനവഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജമ്മു കാശ്മീരിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശ്രീനഗറിൽ നടന്ന ചടങ്ങിൽ 6400 കോടി രൂപയുടെ വികസന പദ്ധതികൾ അദ്ദേഹം നാടിന് സമർപ്പിച്ചു. ഒരു ദിവസത്തെ കാശ്മീർ സന്ദർശനത്തിൽ എത്തിയ പ്രധാനമന്ത്രി വികസിത് ഭാരത് വികസിത് ജമ്മു കാശ്മീർ പരിപാടിയിലും പങ്കെടുത്തു. വിശദാംശങ്ങളിലേക്ക്. विकसित जम्मू कश्मीर के निर्माण का रास्ता यहीं से निकलने वाला है. जम्मू कश्मीर केवल एक क्षेत्र नहीं, ये जम्मू कश्मीर भारत का मस्तक है और ऊंचा उठा मस्तक ही विकास और सम्मान का प्रतीक होता है. इसलिए विकसित जम्मू कश्मीर विकसित भारत की प्राथमिकता. കൃഷി, തീർത്ഥാടനം, വിനോദസഞ്ചാര പ്രദേശങ്ങളുടെ വികസനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട 43 പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ശ്രീനഗറിൽ തുടക്കം കുറിച്ചത്. ജമ്മു കാശ്മീരിലെ കാർഷിക മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ടുള്ള 5000 കോടി രൂപയുടെ പദ്ധതികളാണ് ഇതിൽ പ്രധാനം. ഹസ്രത് ബാൽ ദേവാലയത്തിന്റെ സംയോജിത വികസനം പദ്ധതി ഉൾപ്പെടെ സ്വദേശ് ദർശൻ, പ്രസാദ് പദ്ധതികൾക്ക് കീഴിൽ 1400 കോടി രൂപയുടെ ടൂറിസം പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 1000 ഉദ്യോഗാർത്ഥികൾക്കുള്ള നിയമന ഉത്തരവുകൾ അദ്ദേഹം ചടങ്ങിൽ വിതരണം ചെയ്തു. കൂടാതെ വിവിധ സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായും ശ്രീ മോദി സംവദിച്ചു. 2019 ഓഗസ്റ്റിൽ അനുച്ഛേദനം 370 റദ്ദാക്കിയതിനു ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ കശ്മീർ സന്ദർശനമാണിത്. കശ്മീർ ജനതയുടെ ഹൃദയങ്ങളിൽ ഇടം പിടിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രിയുടെ വികസന പാക്കേജ് PMDPയുടെ കീഴിൽ അനുവദിച്ച പദ്ധതികളുടെ നടത്തിപ്പിൽ 62% പൂർത്തിയാക്കി ജമ്മു കശ്മീർ. പ്രദേശത്തെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 80,068 കോടി രൂപയാണ് 2015 PMDP പ്രഖ്യാപിച്ചത്. ശ്രീനഗറിലെ ശങ്കരാചാര്യക്കുന്നിൽ പ്രണാമം അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നടന്ന കശ്മീർ സന്ദർശന വേളയിലാണ് അദ്ദേഹം കുന്നിന്റെ ദൃശ്യങ്ങൾ ആസ്വദിച്ചത്. പ്രൌഢഗംഭീരമായ ശങ്കരാചാര്യക്കുന്ന് ദൂരെ നിന്ന് കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ 2.0 പദ്ധതിയിൽ മധ്യപ്രദേശിലെ ചിത്രകൂട് ഘട്ടിലെ ആത്മീയതയുടെ അനുഭവം പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ടു. ചിത്രകൂടിലെ സുരേന്ദ്രപാൽ മൈതാനിയിൽ നടന്ന ചടങ്ങിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവും പങ്കെടുത്തു. അമർകണ്ടക്കിൽ പ്രസാദ് പദ്ധതിക്ക് കീഴിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ സ്കീം 2.0യിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ കുമരകം ടൂറിസം പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു. കവണാറ്റിൻകര KTDC വാട്ടർസ്കേപ്പിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനായ ചടങ്ങിൽ മന്ത്രി VN വാസവൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രഥമ ദേശീയ ക്രിയേറ്റേഴ്സ് പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സമ്മാനിക്കും. പരിസ്ഥിതി സുസ്ഥിരത, വിദ്യാഭ്യാസം, സാമൂഹിക മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കൽ, ഗെയിമിംഗ് തുടങ്ങി 20 മേഖലകളിൽ സവിശേഷമായി മികവും സംഭാവനയും നൽകിയവർക്കാണ് പുരസ്കാരം നൽകുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അസമിലേക്ക് പുറപ്പെടും. ശനിയാഴ്ച 18,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. ശനിയാഴ്ച പ്രധാനമന്ത്രി അരുണാചൽ പ്രദേശിലേക്ക് തിരിക്കും.
പൊതു തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. മുംബൈ പത്താൻകോട്ട് ഭീകരാക്രമണങ്ങളിലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഇന്ത്യയും അമേരിക്കയും ആവശ്യപ്പെട്ടു. US ഇന്ത്യ കൌണ്ടർ ടെററിസം ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 20ാമത് യോഗത്തിന്റെ ഭാഗമായി വാഷിംഗ്ടണിൽ നടന്ന ചർച്ചയിലാണ് ഇരു രാജ്യങ്ങളും ഇക്കാര്യം ആവശ്യപ്പെട്ടത്. അൽ-ഖ്വയ്ദ, ISIS, ലഷ്കർ-ഇ-തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നിവയുൾപ്പെടെ എല്ലാ ഭീകര സംഘടനകൾക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നും ഇരു രാജ്യങ്ങളും ആവശ്യപ്പെട്ടു. വികസനത്തിന്റെയും പരിവർത്തനത്തിന്റെയും യാത്രയിൽ ജപ്പാനെ സ്വാഭാവിക പങ്കാളിയായാണ് ഇന്ത്യ കാണുന്നതെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ടോക്കിയോയിൽ നടന്ന 16ാമത് ഇന്ത്യ ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരുടെ നയതന്ത്ര സംഭാഷണത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി ബന്ധത്തിലെ നാഴികക്കല്ലായിരുന്ന വർഷമാണ് 2023 എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി ഇന്ത്യ ആതിഥേയത്വം വഹിച്ച G20 ഉച്ചകോടിയിലെ ജപ്പാന്റെ സഹകരണത്തെ അഭിനന്ദിച്ചു. കോൺഗ്രസ് നേതാവും കേരള മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ഡൽഹി BJP ആസ്ഥാനത്തെത്തി അംഗത്വമെടുത്തു. പ്രകാശ് ജാവേദ്കർ അടക്കമുള്ള BJP നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് പത്മജ അംഗത്വം സ്വീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മികച്ച നേതാവാണെന്നും BJPയിൽ ചേർന്നതിൽ സന്തോഷമുണ്ടെന്നും പത്മജ വേണുഗോപാൽ അംഗത്വമെടുത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നാളെ മഹാശിവരാത്രി. ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രി ആഘോഷത്തിനും ദർശനത്തിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ആലുവ മണപ്പുറത്ത് പിതൃതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അർദ്ധരാത്രിയോടെ പിതൃതർപ്പണ കർമ്മങ്ങൾ ആരംഭിക്കും. തർപ്പണത്തിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 100ഓളം ബലിത്തറകൾ ഒരുക്കിയിട്ടുണ്ട്. മണപ്പുറത്ത് പോലീസ് കൺട്രോൾ റൂം, ഫയർ സ്റ്റേഷൻ, മെഡിക്കൽ എമർജൻസി യൂണിറ്റ്, ആംബുലൻസ് സർവീസ് തുടങ്ങിയ അടിയന്തര സേവനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഹരിത പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരിക്കും ശിവരാത്രി ആഘോഷ പരിപാടികൾ. ലഷ്കർ-ഇ-തൊയ്ബ അംഗം മുഹമ്മദ് ഖാസിം ഗുജാറിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദിയായി പ്രഖ്യാപിച്ചു. 1967 നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരമാണ് നടപടി. മുഹമ്മദ് ഖാസിം ഗുജാർ നിലവിൽ പാക് അധീന കശ്മീരിലാണ് താമസിക്കുന്നത്. ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവയുടെ കൈകാര്യം ചെയ്യൽ, ഭീകരാക്രമണങ്ങൾ, ബോംബ് സ്ഫോടനങ്ങൾ തുടങ്ങി നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഗുജാർ ഏർപ്പെട്ടിരുന്നുവെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രമല്ല മറിച്ച് ലോകത്തിനു വേണ്ടിയുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി R.K. സിംഗ് ന്യൂഡൽഹിയിൽ നടന്ന ഒരു സ്വകാര്യ മാധ്യമ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ വ്യവസായ മേഖല ആഗോള വിപണികളിൽ മത്സരിക്കണമെന്നും ഇതിനായി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തണമെന്നും അദ്ദേഹം വ്യവസായ പ്രതിനിധികളോട് അഭ്യർത്ഥിച്ചു. വലിയ തൊഴിൽ സാധ്യതയുള്ളതിനാൽ ഉൽപാദന മേഖലയിൽ അടുത്ത 5 വർഷം സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സ്ട്രാറ്റജി റൂം, നിധി ഫോർ സ്റ്റേറ്റ്സ് പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനിതാ പ്രീമിയം ലീഗ് ക്രിക്കറ്റിൽ UP വാരിയേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടുന്നു. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 19 റൺസിന് പരാജയപ്പെടുത്തി. ധരംശാലയിൽ നടക്കുന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് അവസാന ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ 1ാം ദിനം കളി അവസാനിച്ചപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 135 റൺസ് എന്ന നിലയിൽ. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ 218 റൺസിന് എല്ലാവരും പുറത്തായി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ സർവീസസ് ഫൈനൽ കടന്നു. ഇന്ന് നടന്ന ആദ്യ സെമിയിൽ മിസോറാമിനെ 2-1 പരാജയപ്പെടുത്തിയാണ് ഫൈനൽ പ്രവേശം. 2ാം സെമിയിൽ ഗോവ മണിപ്പൂരിനെ നേരിടുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മു കാശ്മീരിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈ പത്താൻകോട്ട് ഭീകരാക്രമണങ്ങളിലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യയും അമേരിക്കയും. വികസനത്തിന്റെയും മാറ്റത്തിന്റെയും യാത്രയിൽ ജപ്പാനെ സ്വാഭാവിക പങ്കാളിയായാണ് ഇന്ത്യ കാണുന്നതെന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ. കോൺഗ്രസ് നേതാവും കേരള മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്നു. മഹാശിവരാത്രിക്ക് ഒരുങ്ങി ഭക്തർ. ശിവക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. വനിതാ പ്രീമിയം ലീഗ് ക്രിക്കറ്റിൽ UP വാരിയേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.